എല്ലാവർക്കും വെൽക്കം ടു എൻ്റെ സ്പോയിലർ ഫ്രീ റിവ്യൂ ഓഫ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. എന്ത് സിനിമയാണെന്നൊന്നും അറിഞ്ഞുകൊണ്ടല്ല പോയത്. നിവിൻ പോളിയുണ്ട്, മമിത ബൈജു ഉണ്ട്. റീസെൻ്റ്ലി റിലീസ് ചെയ്തേക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് പോയതാണ്. ആൻഡ് വി വർ വെരി സർപ്രൈസ്ഡ്. സത്യം പറയാമല്ലോ, നമ്മുടെ ഈ ഒരു നിവിൻ പോളി എന്ന് പറയുന്ന മനുഷ്യനുള്ളൂ ഭയങ്കര കിടിലുമാണ്. പ്രേമം, ഇപ്പോൾ മലർവാടി അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ ബിജു, ഇതൊക്കെ ലൈക്ക് പുള്ളി ഒരു മാജിക്കാണ്. മറ്റേ നമ്മുടെ ഡെലൂലു സിനിമ ഓക്കെ ഫൈൻ, ഇറ്റ് വാസ് ഫൈൻ. പക്ഷേ ഈ പടം നല്ലൊരു കംബാക്ക് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഭയങ്കര കിടിലമായിട്ടാണ് ഈ ഒരു സാധനം ലൈക്ക് ചെയ്തേക്കില്ല. അഭിനയിക്കുന്നതാണെങ്കിലും എൻ്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും നമ്മുടെ പ്രേമുലുവിൻ്റെ പുള്ളി തന്നെയാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. ഭയങ്കര കിടിലമായിട്ട് തന്നെ ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നലെ സ്റ്റോറി ഇട്ടപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു, വേറെ റീലിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്, നിങ്ങൾ 30 വയസ്സോ ഒക്കെ ആയിട്ടുള്ള സിഗ്മ ആയിട്ടുള്ള മനുഷ്യന്മാരാണെങ്കിലേക്കും ഈ ഒരു സിനിമയ്ക്ക് പോകരുത്. പോയി കഴിഞ്ഞാൽ പ്രേമിക്കാനൊക്കെ തോന്നുന്നു. ശരിയാ, ഭയങ്കര കിടിലമായിട്ട് ലൈക്ക് യു ഫൈൻഡ് ദ റൈറ്റ് പേഴ്സൺ, യു ഫോൾ ഇൻ ലവ്. ലൈക്ക് ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ കൺവേ ചെയ്തേക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. എന്ന് വെച്ചാൽ ഞാൻ അടുത്ത ദിവസം പോയി പ്രേമിക്കുന്നല്ല, പക്ഷേ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇറ്റ് വാസ് എ വെരി ഗുഡ് ഓൾ റൗണ്ട് മൂവി. സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ചിരിക്കാനുണ്ട്, കരയാനുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കൂടെ കൂടിയ ഈ വർഷത്തെ ഓണം തൂക്കുന്ന പടമാണ് ഈ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. വേറെ ഒരു സിനിമയും ഇതിൻ്റെ അടുത്ത് പോലും എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു ഓണത്തിന് വീട്ടുകാരുടെ കൂടെ ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും പോയി കാണാനായിട്ട് നിങ്ങൾ സിനിമ നോക്കുന്നുണ്ടായിരുന്നെങ്കിൽ ബെത്ലഹേം കുടുംബ യൂണിറ്റിനും പോയിക്കോ. കാരണം നിങ്ങൾ റിഗ്രറ്റ് ചെയ്യത്തില്ല. ഇറ്റ്സ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. ആൻഡ് OTT വന്നിട്ട് കാണുള്ളെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, വലിയ 3D ഗ്രാഫിക്സും സംഭവമൊന്നുമില്ല. പക്ഷേ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ വൃത്തികെട്ടവന്മാരുണ്ട്, കഥയും സിനിമയും മൊത്തം ഇങ്ങനെ വലിച്ചു വാരി തുപ്പിയിടുന്ന കുറേ പ്രാന്തന്മാരുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് കാണുന്നതിനെക്കാട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് പിന്നെ ഇവന്മാർ ചെയ്യുന്നത് കണ്ടോ, അപ്പോൾ പ്രശ്നമില്ല, സന്തോഷം. ഓക്കെ.